നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് 1 മണിവരെ 42.01% പേർ വോട്ട് രേഖപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കാണ്. വലിയ വിജയപ്രതീക്ഷയെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. UDFന് ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും UDF വോട്ടിൽ വിള്ളലുണ്ടാക്കാനാവില്ലെന്നും ആര്യടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. കോരിച്ചൊരിയുന്ന മഴയത്തും പ്രചരണ രംഗത്ത് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട്. അത് കലാശക്കൊട്ടാണെങ്കിലും അതിനു മുൻപിൽ സ്ഥാനാർത്ഥി പര്യടനമാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമാണെങ്കിലും കുടുംബയോഗങ്ങളാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് ഏത് മഴയുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്യും. ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ട്. ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് 100% വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക. അപ്പോൾ പോളിംഗ് ശതമാനം ഉയരട്ടെ, എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും. നല്ല ജോലിയാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്. അതിൽ അഭിനയിക്കാനും അറിയും. അഭിനയ പാടവത്തിൻ്റെ മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാണ്. അതങ്ങനെ നടക്കട്ടെ. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പത്രപരസ്യത്തിൽ സിനിമാ സ്റ്റൈലിൽ മനസ്സിലായി. ആ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെ ചരിക്കുന്നുണ്ട്, ഇങ്ങനെ ആ കാലൊക്കെ കഴിഞ്ഞ മക്കളെ നമുക്ക് കാണാം. ഓക്കെ, സ്വരാജ് സെക്രട്ടേറിയറ്റിലേക്ക് പോകും. പുതിയ AKG സെന്റർ നല്ല സൗകര്യം, നിയമസഭേനേക്കാളും സൗകര്യമാണ്. നിലമ്പൂരിന്റെ സമഗ്ര വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലമും സെയ്ഫ് സൈലാബുദ്ദീനും ചേരുകയാണ്. ആദ്യം അസ്ലമിലേക്ക്. അസ്ലം, തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചാരണ രംഗത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തീവ്രതയും നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണോ ഇന്ന് വോട്ടെടുപ്പ് വേളയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്? നൗഫൽ, ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രതിഫലനവും ഒരുക്കുന്നതായിരുന്നു ഇപ്പോൾ കാണുന്ന വോട്ടെടുപ്പ്. 1 മണിയോടെ കണക്കെടുക്കുമ്പോൾ ഏകദേശം 42% കടന്നിരിക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിലെ ആകെയുള്ള വോട്ടെണ്ണൽ. ആകെ രാവിലെ 9 മണിയോടുകൂടി 13.15%. നിലമ്പൂരിൽ വോട്ടെടുപ്പ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസ്ലമിൽ അല്പം സാങ്കേതിക തകരാറുണ്ട്. നമ്മൾ സെയ്ഫ് സൈലാബുദ്ദീനിലേക്ക് പോവുകയാണ്. സെയ്ഫ്, നിരവധി ബൂത്തുകളിൽ സെയ്ഫ് ഇന്ന് പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബൂത്തുകളിലൊക്കെ അവസ്ഥ എന്താണ്? പ്രതികൂല കാലാവസ്ഥയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മത്സരത്തിൻ്റെ ഈ വീറും വാശിയും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് പോളിംഗ് പുരോഗമിക്കുകയാണോ? നൗഫൽ, രാവിലെ ഏതാണ്ട് 5:30 മുതൽ നമ്മൾ വിവിധ ബൂത്തുകളിലേക്ക് പോയി തുടങ്ങുന്നുണ്ട്. രാവിലെ എത്തിയ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ വേണ്ടി 6 മണിക്ക് വന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളുടെ വലിയ ജനപങ്കാളിത്തം രാവിലെ 6 മണി മുതൽ നമുക്ക് പല ബൂത്തുകളിലും കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം വരെ ഇപ്പോൾ സംസാരിക്കുന്ന ഏതാണ്ട് 1 മണി സമയം വരെ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 42%, 1 മണിയോടുകൂടി 42%-ത്തിലേക്ക് എത്തിച്ചേരുന്നു. കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനം 76.6%. അതിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല. കാരണം ഈ വരും സമയങ്ങളിൽ മഴ ഉണ്ടാകുമോ എന്നറിയില്ല. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം, പുരുഷന്മാരുടെ ഒരു പങ്കാളിത്തം, കുറച്ച് വലിയ തിരക്കെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എല്ലാ ബൂത്തിലും. പക്ഷെ കുറച്ച് തിരക്ക് നമുക്ക് ബൂത്തുകളിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിനി ആൾക്കാർ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ നിലവിൽ നമുക്ക് പറയാൻ കഴിയുക, ഇനി 6 മണിക്കൂറോളം ബാക്കി നിൽക്കെ പോളിംഗിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ശതമാനമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി നമ്മൾ നോക്കിക്കാണുന്നത്. അവർ അത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നിർണ്ണയിക്കുന്നത് പോലും പോളിംഗ് ശതമാനമാണ്. അതുകൊണ്ട് അവർ ഓരോ വോട്ടും കൊണ്ട് ചെയ്യിക്കുക, ആ വോട്ട് തങ്ങൾക്ക് അനുകൂലമാണോ എന്ന് വിലയിരുത്തുന്നതെല്ലാം രാത്രിയാണ്. ഈ പോളിംഗ് ശതമാനത്തിന്റെ ഏകദേശ കണക്ക് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് പോളിംഗ് ശതമാനം ഇനി ഉയരുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ക്ലൈമറ്റ് എന്തായാലും കുഴപ്പമില്ല. രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് ഏതാണ്ട് 3 ആഴ്ച നീണ്ടുന്ന പ്രചണ്ഡമായ പ്രചരണം അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ സൂചന രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും സമാനമായ രീതിയിൽ അങ്ങനെയുണ്ട്. കുറച്ച് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. ബൂത്ത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥയില്ല. ചില ആൾക്കാർ വരുന്നു,
വോട്ട് ചെയ്യുന്നു, തിരികെ പോകുന്നു. അതേപോലെ തന്നെ ആൾക്കാർ ഇറങ്ങുമ്പോൾ മറ്റാൾക്കാർ വന്ന് വോട്ട് ചെയ്തു തിരികെ പോകുന്നു. കുടുംബവുമായിട്ട് വന്ന് വോട്ട് ചെയ്ത് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ 2024 തെരഞ്ഞെടുപ്പിനെ പോലും 26 തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിലെ ജനത ഉച്ചവരെ എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള ചിത്രം നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. മണ്ഡലത്തിൽ എല്ലായിടത്തും ഒന്നും മഴയില്ല, ചെറിയ ചാറ്റമഴയുണ്ട്. പക്ഷേ ആ ചാറ്റമഴ പോലും ജനങ്ങൾ വലിയ കാര്യമാക്കുന്നില്ല. ചെറിയ ചാറ്റമഴയിലും ഓട്ടോയിലും കുട പിടിച്ചുമൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് നിലമ്പൂരിലെ മണ്ഡലത്തിലെ ഇതുവരെ സഞ്ചരിച്ച വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.